എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഏതാനും ദിവസം മുമ്പ് നമ്മൾ കണ്ടു ഒരു പ്രായമായ ആളെ തന്നെക്കാളും വലിയൊരു നിറമുള്ള പത്തലെടുത്തിട്ട് അടിച്ചു വീഴ്ത്തുന്ന ഒരു പെൺകുട്ടി വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ മരുമകളാണ്, മകൻ്റെ ഭാര്യയാണ്. മകൻ ആവശ്യത്തിന് കൊടുത്തിട്ട് ഒരു വടിയൊക്കെ പിടിച്ചിട്ട് മകൻ അവിടെ നിൽക്കുന്നുണ്ട്. മകൻ കൊടുത്തത് കൂടാതെയാണ് മരുമകൾ വരുന്നു എന്ന് കണ്ടപ്പോൾ ഈ തന്തപ്പൊടി അവിടുന്ന് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അടിച്ച് വീഴ്ത്തി. കിട്ടി, ഇഷ്ടം പോലെ കിട്ടി. നമ്മളൊക്കെ കണ്ടു. നമുക്ക് കാണാനൊരു കൗതുകം, ഒരു ജിജ്ഞാസ ഉണ്ടാക്കിയ ഒരു വീഡിയോ. അത് എല്ലാവരും ഷെയർ ചെയ്ത് നല്ല രീതിയിൽ അത് വൈറലായി. ഇന്നിപ്പോൾ ആ പെൺകുട്ടി, ഈ അടി കൊടുത്ത ആ പെൺകുട്ടി ഒരു വിശദീകരണവുമായിട്ട് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേയും ആ സമയത്ത് ആ കുട്ടി പറയുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ളത്. ഭയങ്കര പീഡനമായിരുന്നു അത്ര. ഭർതൃപിതാവിൻ്റെ പക്കൽ നിന്നും ഭയങ്കരമായ പീഡനമായിരുന്നു. മുടിക്കൊക്കെ പിടിച്ച് വലിക്കാറുണ്ട്. മദ്യപിച്ചിട്ട് വന്നാൽ ഭയങ്കര ഉപദ്രവമാണ്. അമ്മ ഒരു ഗവൺമെൻറ് സ്റ്റാഫായിരുന്നു, ജോലിയിലേക്ക് മരണപ്പെട്ടു. അപ്പോൾ ഈ അമ്മയുടെ പെൻഷൻ വരുന്ന ആ സമയം അദ്ദേഹം ഇങ്ങനെ കുടിച്ച് ആർമാദിക്കും, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു പ്രായമായ വ്യക്തിയെ അടിച്ചു വീഴ്ത്താൻ പറ്റുന്ന കാരണങ്ങളാണോ? ഒട്ടുമല്ല. അദ്ദേഹത്തിന്, അതായത് ഈ പിതാവിനെ കൊണ്ട് തീരെ സഹികെട്ട ഒരു സാഹചര്യമാണെങ്കിൽ അതിന് വേറെ ഒരുപാട് വഴികളുണ്ട്. ജന്മം കൊടുത്ത് ഭർത്താവാക്കി കിട്ടിയ ആ മകനെ ഇത്രത്തോളം ആക്കിയില്ലെങ്കിലും തീയും വെള്ളവും തിരിച്ചറിയാൻ പരുവത്തിനാക്കുമെന്ന് പറയും കാരണന്മാർ. ആ ഒരവസ്ഥയിൽ എത്തിച്ച് ഇപ്പം ഭർത്തൃ പദവി കൈകാര്യം ചെയ്ത് പോരുന്നുണ്ടല്ലോ. അത് ഈ അച്ഛൻ്റെ മെടുക്കാണ്. ഈ അച്ഛൻ്റെ മകനാണത്. സ്വന്തം ഭർത്താവ്, ഈ പെൺകുട്ടി സൗമ്യ എന്ന മറ്റാണ് പേര്. ഈ പെൺകുട്ടിക്ക് ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്. ആ മകൻ്റെ അച്ഛൻ ഈ അച്ഛൻ്റെ മകനാണ്. ഈ അച്ഛൻ്റെ മകനാണ് ഭർത്താവും സ്വന്തം മകൻ്റെ പിതാവും. ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ? പ്രായത്തിനെ മാനിക്കണ്ടേ? നാട്ടുകാരൊക്കെ, ലോകം മൊത്തം കാണും. അത് വീഡിയോ എടുക്കണമെങ്കിൽ, നോർമലി ഒരു കേസാണെങ്കിൽ അത് ആവശ്യമാണെന്നിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ആരും അത് വീഡിയോ ഒന്നും എടുക്കാൻ പോവില്ല. ഈ തന്തനെ ഉപദ്രവിക്കുന്നത് നാട്ടുകാർ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. മോശം, വളരെ 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 മോശം. നമ്മൾക്ക് ഒരു കുട്ടി, ഒരു കുറുമ്പ് കാണിക്കുന്ന ഒരു കുട്ടിയെ പോലും അടിക്കേണ്ട ആവശ്യമില്ല. അവരോട് വിവരം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കയ്യേൽ, കാലിന് മുട്ടിൻ്റെ താഴെ ഒക്കെ ഒരു ചെറിയ വടി എടുത്തിട്ടൊക്കെ ഓരോ ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കാം. അവൻ്റെ ആന്തരിക അവയവങ്ങളിരിക്കുന്ന ഭാഗത്തൊന്നും അടി കൊടുക്കേണ്ട ഒരാവശ്യം ആർക്കുമില്ല. ഒരു കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത്ര പ്രായമായൊരു വ്യക്തിയെ ഇങ്ങനെ അടിക്കാൻ സാധാരണ മനസ്സുള്ള, മൈൻഡുള്ള ഒരാൾക്കും സാധിക്കില്ല. ആർക്കും സാധിക്കില്ല. സ്വന്തം പിതാവായിക്കോട്ടെ, സ്വന്തം പിതാവാണെങ്കിൽ അങ്ങനെ ചെയ്യില്ലെന്ന് തോന്നുന്നു. അമ്മായിയപ്പനായിക്കോട്ടെ, അയൽവാസി ആയിക്കോട്ടെ, ആരെയും ഒരു ശരാശരി മൈൻഡുള്ള ഒരാളും ഇതുപോലെയല്ല, വാക്കാൽ പോലും ഉപദ്രവിക്കില്ല. അതിനുള്ള അവകാശമൊന്നും നമുക്കാരും തന്നിട്ടില്ല. നമ്മളാര് ഒരാളെ അവനവനേക്കാളും നീളത്തിലാണ് ഒരു പത്തലെടുത്ത് പാമ്പിനെ തലാനോടുന്ന പോലെ ഓടി പുറകെ ചെന്നിട്ട് തല്ലി വീഴ്ത്തി കിടക്കുന്ന ആൾക്കിട്ട് കൊടുത്തു, പൊതുക്കൊന്ന് അടിച്ചു. ശരിയാണോ? ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനൊക്കെ നമുക്ക് തിരിച്ചടി കിട്ടുമെന്ന് എന്നല്ലെങ്കിൽ നാളെ. ആരെയും ശിക്ഷിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും നമുക്കൊരാളും അനുവാദം തന്നിട്ടില്ല, അവകാശം തന്നിട്ടില്ല.
പ്രായമായവർ നിസ്സഹായരാണ്. ലേശം വെള്ളം അടിക്കുമ്പോൾ പ്രശ്നക്കാരുണ്ടാവും ഒരുപാട് പേര്. കഴിഞ്ഞ ദിവസം ബസ്സിലിരിക്കുമ്പോൾ അതിക്രമണം കാണിച്ചതും അതൊരു പ്രായമായ തന്തയാണ്. അങ്ങനെയുള്ളവരും ഉണ്ടാവും. അതിട്ട് കൊറോണ കൊടുക്കണം വളരെ അത്യാവശ്യമായിരുന്നു കേട്ടോ. അത് കൊടുത്തതിന് ഞാനൊരു കൈയടി തരിക. അതൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇത് സ്വന്തം കുടുംബത്തുള്ള സ്വന്തം ഭർത്താവിൻ്റെ അച്ഛൻ പിതാവ്, അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ വടിയെടുത്തൊക്കെ തല്ലാൻ കൊള്ളുമോ? ആ ബസ്സിലിരുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അത് ആ പെൺകുട്ടി വിശദീകരണം തന്നപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസാണെങ്കിൽ ആ കുട്ടിക്ക് അത് പറയാമായിരുന്നു. ഇത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറയില്ല, പറയാൻ പാടില്ല. കാരണം അങ്ങനെ അവിടെ ഇല്ല. പിന്നെ കള്ളു കുടിച്ചിട്ട് വന്നിട്ട് വല്ല തെറിയും ചീത്തയൊക്കെ പറയുന്നതിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയൊന്നും ആരും നിസ്സഹായരായിട്ടുള്ള ആളുകളെ, സ്ത്രീകളെ, കുട്ടികളെ, ഈ പ്രായമായ ആളുകളെയൊന്നും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചോളൂ കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യരുത്. അവർ നിസ്സഹായരാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ.